വയനാട് ചുണ്ടേരിയിലെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്ത്. പ്രതികളുടെ ലഹരി മാഫിയ ബന്ധമടക്കം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് നവാസിന്റെ കുടുംബവും ആരോപിക്കുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ നവാസിനെ ദാർജി പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നവാസിനോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് പ്രതികൾ ആസൂത്രിതമായി അപകടം സൃഷ്ടിച്ച് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികളുടെ ലഹരി മാഫിയ ബന്ധവും കൊലപാതകത്തിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായ പ്രതികളുടെ പിതാവിന്റെ പങ്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡിവൈഎഫ്ഐ ചുണ്ട മേഖല കമ്മിറ്റി നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ആ ഹോട്ടൽ കേന്ദ്രീകരിച്ച് വലിയ ലഹരി ഇടപാട്, അവിടെ വലിയ കച്ചവടമുള്ള ഹോട്ടലല്ല എന്ന അഭിപ്രായമാണ് നാട്ടുകാർക്കുള്ളത്. അവിടുത്തെ ഒരു ലഹരി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം കൂടി കൊലപാതകത്തിന് ശേഷം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ രണ്ട് പ്രതികളെ പിടിച്ചത് വളരെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് മാതൃകാപരമായി ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം. അതേസമയം അപകടത്തിനു ശേഷം പ്രതികളെ രക്ഷപ്പെടുത്താൻ വാഹനത്തിലെത്തിയ സുഹൃത്തുക്കളുടെ പങ്കും ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ലഹരി വിൽപ്പനയും അന്വേഷിക്കണമെന്ന് നവാസിന്റെ കുടുംബവും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ആശങ്ക എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികളെ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഗൂഢാലോചന ഭാഗമായിട്ടുള്ള മുഴുവൻ പ്രതികളെയും വെച്ചാൽ ഇവിടുന്ന് ഈ ആക്സിഡൻറ്റ് നടന്ന് ആ സെക്കൻഡിൽ തന്നെ അവനെ രക്ഷിച്ച് കൊണ്ടുപോകാൻ ഒരു ഇന്നോവ കാർ വന്നു. ആ കാറിൽ ഇവനെ വിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ച മുഴുവൻ പ്രതികളെയും, അതുപോലെ ഈ ഫോൺ കോൾ അവനെ വിളിച്ചു വരുത്തി ഫോൺ കോൾ ചെയ്ത അതിൻ്റെ പുറകിൽ ആരൊക്കെ പ്രവർത്തിച്ചോ അതുപോലെ അവൻ്റെ വാപ്പ, അവരുടെ വാപ്പ സുൽഫിക്കർ, അയാളൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവരെ മുഖേന അന്വേഷണം പോകണം. അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത സുമിൽ ഷാദും അജിൻ ഷായും നിലവിൽ റിമാൻഡിലാണ്. വൈത്തിരി സബ് ജയിലിൽ കഴിയുന്ന പ്രതികളെ തെളിവെടുപ്പിനായി നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, വയനാട്.